വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് മെയ് 13 6ാം സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ട് പ്രഖ്യാപിക്കുമെന്ന് ഏകദേശം ധാരണയായതിനു ശേഷം പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന വേറൊരു കാര്യമാണ്, ആരുടെ റിസൾട്ടാണ് ആദ്യം പ്രഖ്യാപിക്കുക? ഏപ്രിൽ 28 തുടങ്ങി മെയ് 2 മെയ് 3 അവസാനിച്ച റെഗുലർ വിദ്യാർത്ഥികളുടേതാണോ, അതോ അതിനുശേഷം വാല്യുവേഷൻ തുടങ്ങുകയും മെയ് 9 ചീഫിൻ്റെ നിർദ്ദേശപ്രകാരം, അതായത് നാളെ പേപ്പർ തിരികെ കൊടുക്കുന്ന SD വിദ്യാർത്ഥികളുടേതാണോ റിസൾട്ട് ആദ്യം വരിക എന്ന്? പണ്ടൊക്കെ ആദ്യം വന്നത് റെഗുലർ വിദ്യാർത്ഥികളുടെ റിസൾട്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ഈ അടുത്തായി ഇപ്പോൾ റെഗുലറിനേക്കാൾ മുമ്പ് SD റിസൾട്ട് വരാറുണ്ട്. മുൻ സെമസ്റ്റർ പരീക്ഷകളുടെ ട്രാക്ക് റെക്കോർഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ അറിയാൻ സാധിക്കും, ആദ്യം SD വന്നിട്ട് പിന്നീട് റെഗുലർ വിദ്യാർത്ഥികളുടെ റിസൾട്ട് വന്ന ചരിത്രവുമുണ്ട്. എന്നാൽ 6ാം സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ട് അങ്ങനെയല്ല, കുറച്ച് വിഭിന്നമാണ്. 6ാം സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ട് ഇന്നേ ദിവസം പ്രഖ്യാപിക്കുമെന്ന് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു. അതിനുശേഷം ആ ദിവസം പ്രഖ്യാപിക്കുമ്പോൾ ഒരുവിധം എല്ലാ റിസൾട്ടുകളും 2-3 ദിവസത്തിനുള്ളിൽ തന്നെ വരാറുണ്ട്. പറഞ്ഞു വന്നത് 1 മുതൽ 5 വരെയുള്ള സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ട് പലപ്പോഴായിട്ട് വരാറുള്ളത്. ചിലപ്പോൾ ആദ്യം റെഗുലറിൻ്റെ വരാം, അല്ലെങ്കിൽ SD വരാം, ചിലപ്പോൾ ആദ്യം BCom വരാം, അതിനുശേഷം BBA വരാം, BSc വരാം, BCA വരാം, BA വരാം. അങ്ങനെ പല പ്രോഗ്രാമുകളുടെയും സെമസ്റ്റർ പരീക്ഷ റിസൾട്ട് വരുന്നത് പല സമയത്താണ്. കൂടാതെ ഒരാഴ്ച 7 to 8 days ഒക്കെ ഒരു സെമസ്റ്റർ പരീക്ഷയുടെ ഫുൾ റിസൾട്ട് വരാനായിട്ട് എടുക്കാറുണ്ട്. ചില സമയത്ത് SD വിദ്യാർത്ഥികളുടെ പേപ്പർ നോക്കി ടീച്ചേഴ്സ് കൊടുക്കാത്തതിൻ്റെ പേരിൽ 2 weeks എടുക്കാറുണ്ട്. എന്നാൽ 6ാം സെമസ്റ്ററിൽ അങ്ങനെ ഉണ്ടാവാറില്ല. എല്ലാ പ്രോഗ്രാമുകളുടെയും ഇൻക്ലൂഡിങ് റെഗുലർ ആൻഡ് SD വിദ്യാർത്ഥികളുടെ പേപ്പറുകളെല്ലാം നോക്കി സെറ്റാക്കി വെച്ച് അതിനുശേഷമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡേറ്റ് ഡിക്ലെയർ ചെയ്യുന്നതും റിസൾട്ട് പ്രഖ്യാപിക്കുന്നതും. എന്ന് കരുതി കണ്ടിന്യൂഷനുള്ള വിദ്യാർത്ഥികളുടെയും കോപ്പി അടിച്ച വിദ്യാർത്ഥികളുടെയും റിസൾട്ടുകൾ കുറച്ചധികം കഴിഞ്ഞിട്ടാണ് സാധാരണ വരാറുള്ളത്. ഇവരുടെ റിസൾട്ട് നോക്കുമ്പോൾ വിത്ത് ഹെൽഡ് എന്ന് കാണാറുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ 15 days ഗ്യാപ്പ് ഒന്നും ഒരു പ്രോഗ്രാമിൽ നിന്ന് മറ്റൊരു പ്രോഗ്രാമിലേക്ക് ഉണ്ടാവില്ല. മാക്സിമം 2-3 days എല്ലാ വിഭാഗക്കാരുടെയും റിസൾട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുന്നതാണ്. പിന്നെ പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു, അതിനുശേഷമുള്ള പ്രൊസീജിയർ എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക, റിസൾട്ട് വന്നതിന് ശേഷം എന്തൊക്കെ ചെയ്യണം, അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നതാണ്. ഇക്കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കി വയ്ക്കുക. ഇനി അതിനു മുമ്പ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് കാണാം. ഇക്കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സുമായും ഷെയർ ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.